ഉം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന സെറിബ്രോ വാസ്കുലർ ഡിസോർഡേഴ്സ് അതുപോലെ ബ്രെയിൻ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുന്നത് ന്യൂറോ ടോക്സിൻസിന്റെ കാര്യങ്ങളൊക്കെയാണ്. ന്യൂറോ ടോക്സിൻ നമ്മുടെ ഒരു നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിനെ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ മാറ്റുന്നത്, അതിനൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, അതിനൊക്കെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ടോക്സിൻസിനെയാണ്, അതായത് ടോക്സിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂറോ ടോക്സിൻസ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ന്യൂറോ ടോക്സിൻസ് ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും ന്യൂറോ ടോക്സിക് വെനംസ് ഉള്ള പാമ്പുകളുണ്ട്. ലൈക്ക് ചില സ്നേക്സിനൊക്കെ ന്യൂറോ ടോക്സിൻ വെനംസ് ഉണ്ടാവും. സോ അത് ലൈക്ക് അത്തരത്തിലും പല ലൈക്ക് ചിലപ്പോ ഹ്യൂമനിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ആയിരിക്കാം, അല്ലാണെങ്കിൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കാം. അത്തരത്തിലിപ്പോ പല കെമിക്കൽസും കാരണം നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ ഒക്കെ ഒരു അഥവാ നെർവസ് സിസ്റ്റത്തിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള ടോക്സിൻസിനെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, ന്യൂറോ ടോക്സിൻസ് എന്ന് പറഞ്ഞിരുന്നത്. ഈ ഒരു ന്യൂറോ ടോക്സിൻ എടുക്കുന്ന സാധ്യതകൾ ഇതിനൊരു ഫംഗ്ഷൻ അഥവാ ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്നേക്ക് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂറോടോക്സിൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുകയും ചെയ്യും. അത് ഈവൻ ഫേറ്റൽ ആണ്, അത്രയും ഡേഞ്ചറസ് ആണ്. സോ അതിനനുസരിച്ച് ഓരോ ടോക്സിനനുസരിച്ചിട്ട് അതിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ന്യൂറോ ടോക്സിൻസിനെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് എക്സോജിനസ് ആൻഡ് എൻഡോജിനസ്. എക്സോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളൊക്കെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. എൻഡോജിനസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി അഥവാ നമ്മുടെ എൻവയോൺമെന്റിൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള ന്യൂറോ ടോക്സിൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ഒരു ന്യൂറോ ടോക്സിൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അഥവാ ഇത് നമ്മൾ കോസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂറോ ടോക്സിൻ നമ്മളെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂറോൺസിന്റെ എക്സൈറ്റബിലിറ്റിയിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ന്യൂറോൺസിനൊക്കെ അപ്പോട്ടോസിസ് സംഭവിക്കുന്ന ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോൺസ് ഒക്കെ ഡെത്ത് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാക്രോസ്കോപ്പിക് എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു എന്താ പറയാ ന്യൂറോടോക്സിൻസ് നമുക്ക് പ്രസന്റ് ആണെങ്കിൽ, അത്യാവശ്യം നല്ല എമൗണ്ടിൽ ന്യൂറോടോക്സിൻസ് ഒക്കെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റിനെ അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനിങ്ങിനെ നമുക്ക് ഡിമെൻഷ്യ പോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് ഈ ന്യൂറോടോക്സിൻസ് എഫക്ട് ചെയ്യാറുണ്ട്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം ന്യൂറോടോക്സിൻസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മയോപ്പതിയും അതുപോലെ തന്നെ എന്തായിരുന്നു ന്യൂറോപ്പതി. ഐ തിങ്ക് ഈ ഒരു മയോപ്പതി നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ ഈ മസിൽസ് ഉണ്ടല്ലോ, ഈ മസിൽസിനുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് പോവുക, മസിൽസിനെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഏത് ഭാഗത്താണോ അഫക്ട് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ന്യൂറോപ്പതി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ലൈക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന പോലെ അവർക്ക് കൈ വേദന കാല് വേദന എന്നൊക്കെ പറയില്ലേ. സോ അതുപോലെ കൈയിലും കാലിലും ഒക്കെ വേദന ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ ഒരു പെരിഫറൽ നെർവ് സിസ്റ്റത്തിലുള്ള നെർവ്സിനൊക്കെ നെർവ് ഫൈബേഴ്സിനൊക്കെ ഡാമേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്ത് പ്രോബ്ലംസ് അസുഖത്തിനെ നമ്മൾ എന്ത് പറയുന്നത് ന്യൂറോപ്പതി എന്ന് പറയാം. സോ ഈ ഒരു തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ബോഡിയിൽ ന്യൂറോടോക്സിൻസ് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ന്യൂറോടോക്സിൻസിന് എതിരെയുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ തന്നെയാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ നമുക്കറിയാം എല്ലാ സാധനങ്ങളും ബ്രെയിനിലേക്ക് കടത്തി വിടുക ഒരു ബാരിയർ പോലെ വെച്ചിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ചില എലമെന്റ്സിനെ മാത്രമേ അല്ലെങ്കിൽ ചില മോളിക്യൂൾസിനെ മാത്രമേ ബ്രെയിനിലേക്ക് കടത്തി വിടുള്ളൂ. സോ ഇത്തരത്തിലുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂറോടോക്സിൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു വരുന്നതിന് കൂടുതലായിട്ട് തടഞ്ഞു വെക്കുന്നത്. പക്ഷെ എത്രയ്ക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഥവാ എത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിലേക്ക് ന്യൂറോടോക്സിൻസ് പല സാഹചര്യങ്ങളിലും എത്താറുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിന് ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്. ഈ ആസ്ട്രോസൈറ്റ്സ് ഒക്കെ എക്സസീവ് ആയിട്ടുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പറയാ വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ റെഗുലേഷനും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റെബിലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആസ്ട്രോസൈറ്റ്സ് ആണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പല സമയത്ത് ന്യൂറോടോക്സിൻസ് നമ്മളെ എഫക്ട് ചെയ്യാറുണ്ട്.
ആൻഡ് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ ഇതേതാ എന്താ പറയാ സോറി വാട്ടർ ഫോബിക് ആയിട്ടുള്ള അഥവാ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഇവരെന്ത് ചെയ്യും കടത്തി വിടും. ഓക്കെ, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സബ്ജക്ട്സിനെ ഇവര് കടത്തി വിടാണ്ടിരിക്കും. ഓക്കെ, ഹൈഡ്രോഫോബിക് സബ്ജക്ട്സിനെ കടത്തി വിടുകയും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കടത്തി വിടാണ്ടിരിക്കും. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പലിംഗ് ആണ് അഥവാ വാട്ടർ ഹീറ്റിംഗ് ആണ്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിംഗ് ആണ്. സോ ഇത്തരത്തില് സെലക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയും മോളിക്യൂൾസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിക്ക് ഈ ന്യൂറോടോക്സിൻസും കാര്യങ്ങളൊക്കെ എത്തുന്നതിനുള്ള സാധ്യത കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ബ്രെയിനിക്ക് ന്യൂറോടോക്സിൻസും കാര്യങ്ങളൊക്കെ എത്താറുണ്ട്. എത്രയൊക്കെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞത്. ഇനി നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ്. അടുത്തൊരു സംഭവമാണ് കൊറോയിഡ് പ്ലെക്സസ്. ഈ കൊറോയിഡ് പ്ലെക്സസ് പറഞ്ഞാൽ ബ്രെയിൻ വെൻട്രിക്കിൾസിലുള്ള ഒരു റീജിയൻ ആണ്. ബ്രെയിൻ വെൻട്രിക്കിൾസിലുള്ള റീജിയൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവരിൽ തന്നെ എപ്പൻഡൈമൽ സെൽസ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പൻഡൈമൽ സെൽസ് ആണ് പറയുന്നത്. ബ്രെയിൻ വെൻട്രിക്കിൾസിൽ പ്രസന്റ് ആയിട്ടുള്ള എപ്പൻഡൈമൽ സെൽസ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആര്? കൊറോയിഡ് പ്ലെക്സസ്. ഈ ഒരു കൊറോയിഡ് പ്ലെക്സസിൽ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്രെയിനിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ട് വെക്കുന്ന സാധനം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ സെലക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും നോക്കി ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ, ഇത് ഓപ്ഷൻ ആണോ, ഇത് നല്ലതാണോ, ഇതായിട്ട് പോകാൻ പറ്റുമോ അങ്ങനൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് സെലക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എലോ ചെയ്യുന്ന ഒരു പാർട്ടാണിത്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണിത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഈ ഒരു ന്യൂറോടോക്സിൻസിനെതിരെ ആര് ചെയ്യുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ന്യൂറോടോക്സിൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ ഒരു മെക്കാനിസം ആണ്. എങ്ങനെയാണ് ന്യൂറോടോക്സിൻസ് വർക്ക് ചെയ്യുന്നത്? സോ അത് നോക്കുകയാണെങ്കിൽ ഈ ന്യൂറോടോക്സിൻസിന്റെ മെയിൻ ഒരു വർക്കിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. ഈ നോർമൽ ആയിട്ടുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസിനെയും കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യാൻ സമ്മതിക്കുക. നമ്മളിപ്പോ നമുക്കറിയാം ന്യൂറോൺസിനൊക്കെ പോളറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. മീൻസ് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോളറൈസേഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണുള്ളത്. സോ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോലും ആരെ സമ്മതിക്കില്ല? ന്യൂറോടോക്സിൻസ് സമ്മതിക്കില്ല. സോ എന്താണ്ടാവുക, മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റില്ല, നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പ്രോബ്ലംസ് അത് കാരണമുണ്ടാവും. ഈ ഒരു ന്യൂറോടോക്സിൻ കാരണം ചില നമുക്ക് നെർവസ് സിസ്റ്റം അറസ്റ്റ് വരെ ഉണ്ടാവാൻ ചാൻസ്, നെർവസ് സിസ്റ്റം അറസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നെർവസ് സിസ്റ്റം സ്റ്റോപ്പ് ആയി പോകും. ആൻഡ് അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം അറസ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞു അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസ് ഇത് കോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ഒരു കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു നെർവസ് സിസ്റ്റം അറസ്റ്റ് ചെയ്യും, നെർവസ് സെൽസും ടിഷ്യൂസും അങ്ങനെയൊക്കെ ഡെത്ത് ആയി പോകും. ഇതിന്റെ ഒക്കെ ഒരു ഇത് എങ്ങനെ ഡെത്ത് ആയി പോകും എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പോ ആ ഒരു ഏത് ന്യൂറോടോക്സിനാണ് വന്നിട്ടുള്ളത്, ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ന്യൂറോടോക്സിനാണ് വന്നിട്ടുള്ളത് ആ ന്യൂറോടോക്സിന്റെ സിവിയറിറ്റിന്റെ ബേസിസിലൊക്കെ ആവായിരിക്കാം. അതല്ലാണെങ്കിൽ എത്ര എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ അത് വന്നിട്ടുള്ളതിന്റെ ബേസിസിലായിരിക്കാം. അതിന് ഓൺസെറ്റും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ അത് ഒരു ഹവേഴ്സ് മാത്രം നീണ്ടു നിൽക്കുന്ന സംഭവമായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഭവമായിരിക്കാം. ഇത് താഴെ ടോക്സിൻ ഏതാണ്, അത് എത്രത്തോളം എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ട്, അതിന്റെ ഒക്കെ ഒരു ബേസിസിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. ടൈപ്സ് ഓഫ് ന്യൂറോടോക്സിൻസ് നോക്കാം. അതില് ആദ്യത്തെ ന്യൂറോടോക്സിൻ ആണ് ബോട്ടുലിൻ ടോക്സിൻ. ഈ ഒരു ബോട്ടുലിൻ ടോക്സിൻ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സിവിയർ ആയിട്ടുള്ള നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഡെത്ത് വരെ കോസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ്. ബോട്ടുലിൻ ക്ലോസ്ട്രിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. 8 കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ബോട്ടുലിൻ ടോക്സിൻസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കുലർ ജംഗ്ഷൻസ്, ചില മസിലും ന്യൂറോൺസും തമ്മിലുള്ള ജംഗ്ഷൻസിലൊക്കെ പോയിട്ട് അസൈറ്റൈൽ കോളനൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഈ ഒരു ന്യൂറോൺസിന് തമ്മിലുള്ള കണക്ഷൻസിലൊക്കെ ബ്രേക്ക് ചെയ്യും. സോ ഇത്തരത്തില് അത്യാവശ്യം നല്ല സിവിയർ ആയിട്ടുള്ള നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ടോക്സിൻ ആണ് ഇത് പറയുന്നത് ബോട്ടുലിൻ ടോക്സിൻ എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത ടോക്സിൻ ആണ് ടെറ്റനസ് ടോക്സിൻ. ടെറ്റനസ് ടോക്സിൻ എന്ന് പറയുമ്പോൾ ഏകദേശം സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടുലിൻ ടോക്സിനോട് സിമിലർ ആയിട്ടുള്ള ടോക്സിൻ ആണ്
ക്ലോസ്ട്രിഡിയം ടെറ്റനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവരെന്ന് വെച്ചാൽ നമുക്ക് മസ്കുലർ ടെറ്റനി ഉണ്ടാക്കും. മസ്കുലർ ടെറ്റനിലെ മസിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ആൻഡ് അതും അത്യാവശ്യം കുറച്ച് അത്ര ഡേഞ്ചർ അല്ല കമ്പയർഡ് ടു ബോട്ടുലർ ടോക്സിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ടെറ്റനസ് ടോക്സിന് അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. ആൻഡ് നെക്സ്റ്റ് ആണ് മെർക്കുറി. മെർക്കുറി പറഞ്ഞാൽ പല ടൈപ്പ്, ഇപ്പോ മീഡിയൽ മെർക്കുറി, ഡൈ മീഡിയൽ മെർക്കുറി, മീഡിയൽ മെർക്കുറി, അങ്ങനെ ഇവരൊക്കെ പല രീതിയിലുള്ള മെർക്കുറി കോമ്പൗണ്ട്സ് നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കാറുണ്ട്. ഇതിൽ തന്നെ മെർക്കുറിന്റെ പ്രത്യേകത നോക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലൈക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനോട് കഴിയില്ല. അവര് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ വഴി കടന്നു പോകും. സോ ഒരു അത്യാവശ്യം നല്ല ഡേഞ്ചർ ആണ് ഒരു മെർക്കുറി ടോക്സിൻ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എക്സസ് ആയി വന്നു കഴിഞ്ഞാൽ ഡെത്ത് വരെ കോസ് ചെയ്യും. ലൈക്ക് മിനമാറ്റ ഡിസോർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ മസ്കുലർ ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ റെസ്പിറേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ നല്ല അത്യാവശ്യം നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ്. ഓക്കെ. ആൻഡ് എന്റെ ഏറ്റവും ഫൈനലായിട്ട് പറയുന്നത് ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിൽ തന്നെ എല്ലാ ആൽക്കഹോളും നമുക്ക് ഹാംഫുൾ ഒന്നുമല്ല. അതിൽ എഥനോളാണ് മെയിനായിട്ട് പറയുന്നത്. എഥനോൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരും നമ്മുടെ ന്യൂറോജനസിസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. സോ ഇതും എക്സസ് ആയിട്ടുള്ള എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിനെയും എല്ലാത്തിനും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് നോക്കുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ബ്രെയിൻ ഡിസോർഡറിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെ പ്രോബ്ലംസ് കോസ് ചെയ്യുന്ന ജനറ്റിക് ഫാക്ടേഴ്സ്. ഈ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൻ ആയിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് എന്തായിരുന്നുണ്ടാവും, മ്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് നമ്മുടെ ക്രോമസോംസും കാര്യങ്ങളൊക്കെ ജീൻസിനൊക്കെ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ജീൻസ് റീപ്ലേസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിലൊക്കെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ജനറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. ആൻഡ് ഈ ഒരു ജനറ്റിക് ഫാക്ടേഴ്സിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും ഈ ഒരു ഫാമിലിയിൽ ലൈക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് ലൈക്ക് ഫാമിലിയിൽ ആകാതെ ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ മക്കൾക്ക് ഉണ്ടാവാം. ലൈക്ക് അത്തരത്തിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. ഒരു ജനറ്റിക് ഫാക്ടേഴ്സിലുള്ള അത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ആണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഡിസോർഡർ ആണ് ല്യൂക്കോഡിസ്ട്രോഫിസ്. ല്യൂക്കോഡിസ്ട്രോഫിസ് എല്ലാം പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണ് തോന്നുന്നെങ്കിലും അത്ര വലിയ സംഭവം അല്ല. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിലൊക്കെ നമുക്കറിയാം ബ്രെയിനിന്റെ പുറത്ത് വൈറ്റ് മാറ്റർ ആണ്. ഈ വൈറ്റ് മാറ്ററിൽ വൈറ്റ് മാറ്റർ എന്നല്ല ന്യൂറോൺസിന്റെ പുറത്ത് മൈലിൻ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ. സോ ഈ ഒരു മൈലിൻ ഷീറ്റ് ആണ് വൈറ്റ് കളർ കൊടുക്കുന്നത്. ഈ ഒരു ല്യൂക്കോഡിസ്ട്രോഫി ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഈ ഒരു മൈലിൻ ഷീറ്റ് ഹൈപ്പോ ആയിരിക്കും, ലൈക്ക് കുറവായിരിക്കും. മൈലിൻ ഷീറ്റ് അയാളുടെ വളരെ കുറവായിരിക്കും. സോ ഈ ഒരു മൈലിൻ ഷീറ്റിന്റെ കുറവ് അഥവാ ഹൈപ്പോ മൈലിനേറ്റിംഗ് അഥവാ ഡീമൈലിനേറ്റിംഗ്, ഹൈപ്പോ മൈലിനേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനോ അതോ മൈലിൻ ഷീറ്റ് ഇല്ലാത്തതായിട്ടുള്ള സിറ്റുവേഷനോ ആണ് എന്ത് പറയുന്നത് ല്യൂക്കോഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ. വെച്ചാൽ ഇതൊരു സെക്സ് ക്രോമസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരാൻ സാധ്യതയുള്ളത് ആണുങ്ങളിലാണ്. കാരണം എക്സ് ക്രോമസോം ആയിട്ടാണ് ഈ ഒരു എന്താ പറയാ ട്രേറ്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ കൂടുതലും വരാൻ സാധ്യത മെയിൽസ് ആണ് ഇതിന് കൂടുതലും പ്രോൺ ആയിട്ടുള്ളത്. ഫീമെയിൽസിന് അത്രത്തോളം ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. കാരണം ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോംസ് ഉള്ളതുകൊണ്ട് ഫീമെയിൽസിൽ അത്രത്തോളം ഈ സംഭവം കാണാനുള്ള ചാൻസസ് ഇല്ല. പൊതുവേ ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഏതൊരു ജനറ്റിക്കൽ ഡിസോർഡർ ആണെങ്കിലും കൂടുതലും അത് കാണാൻ സാധ്യതയുള്ള മെയിൽസിലാണ്. കാരണം ഫീമെയിൽസിനെ സംബന്ധിച്ച് ഒരു എക്സ് ക്രോമസോമിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും വേറെ എക്സ് ക്രോമസോം അവിടെ ഉള്ളതുകൊണ്ട് അത് പേച്ചപ്പായി പോയിക്കോളൂ. പക്ഷെ മെയിൽസിന് അങ്ങനെയല്ല. ആകെ ഒരു എക്സ് ക്രോമസോം ആണത്. ആ ഒരു എക്സ് ക്രോമസോമിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പാച്ച് ചെയ്യാൻ ആരും അവിടെ ഇല്ല. സോ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഡിസോർഡേഴ്സും കാരണം കൂടുതലും വരെ ആർക്കായിരിക്കും മെയിൽസിനായിരിക്കും. അതിന്റെ അടുത്ത ഡിസോർഡർ ആണ് ഫീമെയിൽ കീറ്റോണൂറിയ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പണ്ടോട്ടേ കേട്ടുകൊണ്ട് വരുന്ന സംഭവമാണ്. ഇപ്പൊ സയൻസ് എടുത്ത ഒരു കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും, അയാൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഫീമെയിൽ കീറ്റോണൂറിയ എന്നുള്ളത്. ഒരു ഇൻബോൺ മെറ്റബോളിക്കൽ എറർ എന്നൊക്കെ പറയാൻ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മളുടെ മെറ്റബോളിസത്തിലുള്ള ഒരു എററാണ് എന്ത് ഫീമെയിൽ കീറ്റോണൂറിയ എന്ന് പറയുന്നത്. അതിലൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ. ആ ഒരു കോമ്പൗണ്ടിനെ എന്താ പറയാ മെറ്റബോളൈസ് ചെയ്യുന്ന അഥവാ ഫീനൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആബ്സെന്റ് ആവാം. ഓക്കെ. അത് എന്തുകൊണ്ട് ആബ്സെന്റ് ആവാന്ന് വെച്ചാൽ ഈ ഒരു ഫീനൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ജീൻ ഉണ്ടല്ലോ,
12th ക്രോമസോമിലാണ് ആ ചെയ്യുന്നത്. സോ ആ ഒരു ജീനിന് പ്രോബ്ലം വന്നുകൊണ്ട് എന്ത് പറ്റുക, അത് പിന്നെ തന്നെ നമുക്ക് എന്താ ചെയ്യാം, അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ലൈക്ക് ഇന്റലക്ച്വൽ പ്രോബ്ലംസ്, സീഷേഴ്സ്, അങ്ങനെ ഒരുപാട് ബിഹേവിയറൽ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ ഫീമെയിൽ തന്നെ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നല്ല കോമ്പൗണ്ട് അല്ല നമുക്ക് നമ്മളെ ബോഡിക്ക്. അതിന്റെ അടുത്ത ഡിസോർഡർ ആണ് ടി സെക്സ് ഡിസോർഡർ. ഇതിനെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയില് ഈ ന്യൂറോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഡിസ്ട്രക്ട് ആയി പോകും, ഇല്ലാണ്ടായി പോകും, നശിച്ചു പോകും. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ അത് നശിച്ചു പോകും. അതിനൊക്കെ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് ഇത് ടി സെക്സ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 15th ക്രോമസോംസിലുള്ള ഒരു എന്താ പറയാ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്ന, ഹെക്സാ ക്രോമസോംസിൽ ഉണ്ടാവുന്ന, ഹെക്സാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനിലുള്ള പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഡിസോർഡർ ആണ് എന്ത് പറയുന്നത് ഈ ടി സെക്സ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ഒരു ഇൻഫന്റൽ സെക്സ് ഡിസോർഡർ എന്ന് പറയുന്നത് ചില ഒരു 3 to 6 months പ്രായമുള്ള ചെറിയ കുട്ടികളിലൊക്കെ അവരുടെ ഈ ഒരു എന്താ പറയാ ന്യൂറൽ ടിഷ്യൂസും ന്യൂറോൺസും അതുപോലെ അവരുടെ സ്പൈനൽ കോഡിലുള്ള ന്യൂറോൺസും ഒക്കെ ഡാമേജ് ആയി പോകുന്ന സിറ്റുവേഷനാണ് ഇൻഫന്റൽ ഡയക്സിസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഡിസോർഡർ ആണ് വിൽസൺ ഡിസീസ്. ഈ ഒരു വിൽസൺ ഡിസീസ് എന്ന് വെച്ചാൽ കോപ്പർ എന്നുള്ളത്, കോപ്പർ അടിഞ്ഞില്ല നമ്മുടെ ബോഡിയിൽ, കോപ്പർ അടിഞ്ഞില്ല. കോപ്പറിനെ മെറ്റബോളൈസ് ചെയ്യുന്ന മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈം ഉണ്ടല്ലോ, അത് എബ്സെന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ, ഹാർട്ടിലും ബ്രെയിനിലും ഒക്കെ കോപ്പർ അടിഞ്ഞു കൂടുന്ന സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുന്നത് വിൽസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഒരു വിൽസൺ ഡിസീസിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൈക്ക് ഹാർട്ടിലെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രെയിനിന്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കുന്ന സമയത്ത് ബ്രെയിനിന്റെ എന്താ പറയാ ഒരുപാട് ലൈക്ക് സീഷേഴ്സ് പോലത്തെ പ്രോബ്ലംസ്, ഒരുപാട് എന്താ പറയാ ബ്രെയിൻ ടിഷ്യൂസിന്റെ ഡാമേജസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആരുണ്ടാക്കുന്നുണ്ട് ഈ ഒരു വിൽസൺ ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്ത പോർഷനാണ് അപ്പോപ്ടോസിസ്. അപ്പോപ്ടോസിസ് അത് നെയിം നല്ല അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ലൈക്ക് നിങ്ങൾ വർക്കിനോസിനായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിന് അപ്പോപ്ടോസിസ് നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് സെൽ അഥവാ നമ്മുടെ സെല്ലിനെ തീരുമാനിച്ചിട്ട് അവരെ മെല്ലെ 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 ഡീജനറേറ്റ് ചെയ്ത് ഇല്ലാണ്ട് ആവുന്ന സിറ്റുവേഷൻ ആണ് എന്ന് പറയുന്നത് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ലൈക്ക് ആവശ്യമില്ലാത്ത സെൽസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നതൊക്കെ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒക്കെ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു അപ്പോപ്ടോസിസ് എക്സസീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ കൺട്രോൾ വിട്ടിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയുക, സെല്ല് ഇല്ലാണ്ടാവാം, സെല്ല് ഡെത്ത് ആയി പോവാം. സോ അത്തരത്തിൽ അൺകൺട്രോളബിൾ ആയിട്ട് സെല്ല് ഡെത്ത് ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നു. സോ ഇപ്പൊ ഒരു നല്ലൊരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ നടന്ന വ്യക്തിയാണ്, നല്ലൊരു ബ്രെയിനിൽ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഇഞ്ചുറി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ബ്രെയിനിൽ എന്തായാലും കണ്ടീഷൻസ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷൻസിന്റെ ഉള്ളിലായിരിക്കും ആദ്യം നമ്മൾ എന്ത് കാണുന്നുണ്ടാവും, അപ്പോപ്റ്റിക് സെൽസിനൊക്കെ അപ്പോപ്റ്റോട്ടിക് സെൽസിനെ കാണുന്നുണ്ടാവും. ഓക്കെ, അതിന്റെ പക്ഷെ ഈ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ചക്ക് ശേഷം നമ്മൾ വിചാരിക്കും കണ്ടീഷൻ സെൽസിന്റെ ഉള്ളിൽ മാത്രമേ അപ്പോപ്റ്റോട്ടിക് സെൽസ് ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അത് ബാക്കിയുള്ള സ്ഥലത്തേക്കും മീൻസ് റാൻഡം ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ 2-3 ആഴ്ചകൾക്ക് ശേഷമേ കാണപ്പെടാറുണ്ട്. ലൈക്ക് അത് ആ കണ്ടീഷൻ നടന്ന അഥവാ ആ ഒരു ഇഞ്ചുറി പറ്റിയ ഏരിയയിൽ മാത്രമല്ല അത് ഉണ്ടാവാം, അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനറേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ട് ഒരു ട്രോമാറ്റിക് ഇഞ്ചുറിക്ക് ശേഷം. അതിലെന്താണെന്ന് വെച്ചാൽ ആസ്ട്രോസൈറ്റ്സ് ഗ്ലിയൽ സെൽസ് ഉണ്ടല്ലോ, അതുപോലത്തെ സെൽസും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ നശിച്ചു പോവാണ്. അവരെന്നെ പ്രോഗ്രാംഡ് ആയിട്ട് അവരെന്നെ ഡെത്തായി പോവാണ്. ഇപ്പോ നമുക്ക് നല്ലൊരു ബ്രെയിൻ ഇഞ്ചുറി വരുന്ന സമയത്ത് അതായത് നല്ലൊരു സ്ട്രോങ് ഇമ്പാക്ട് നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാവും, ലൈക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോ ആ ഒരു ഡാമേജ് എന്തുകൊണ്ടാണ് ശരിക്കും അപ്പോപ്റ്റോട്ടിക് ആണെന്ന് വെച്ചാൽ അല്ല, അതെന്തുകൊണ്ടാണ് ആ ഒരു അടി കിട്ടിയ സമയത്ത് അവിടുത്തെ സെൽസ് ഡെത്ത് ആയി പോയി, അതുകൊണ്ടാണ്. പക്ഷേ ഈ അപ്പോപ്റ്റോട്ടിക് സെൽസ് വന്നാൽ സെൽസ് ഡെത്ത് ആയി പോയല്ലോ, മീൻസ് അവർ പാസീവ് ആയിട്ട് മീൻസ് പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് അവർ എനർജി യൂസ് ചെയ്യാണ്ട് അവർ സെല്ല് ഡെത്ത് ആയി പോയി. ആ ഒരു അടി കിട്ടി ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ട്. പക്ഷേ ഈ അപ്പോപ്റ്റോട്ടിക് സെൽസ് വന്നാൽ അവര് പറഞ്ഞാൽ ഫിസിക്കൽ ഇമ്പാക്റ്റോ ഇവർക്ക് ഉണ്ടായിട്ടില്ല, ബട്ട് സ്റ്റിൽ അവരെന്ത് ചെയ്യും, അങ്ങനെ ഒരു ഡാമേജ് ട്രോമാറ്റിക് ഇഞ്ചുറിക്ക് ശേഷം അവരെങ്ങനെ അപ്പോപ്റ്റോസിസ് ചെയ്യും, ലൈക്ക് അവരുടെ സെല്ല് അവരെന്നെ നശിപ്പിച്ചു കളയും. ഓക്കെ, അതിനെ ഡീജനറേറ്റ് ചെയ്യും. അപ്പൊ ലൈക്ക് ഈ ഒരു തരത്തിലുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ അപ്പോപ്റ്റോട്ടിക് സെൽസ് അതിന്റെ കൂടെ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അത് ഉണ്ടാവും, നല്ലൊരു ബ്രെയിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അപ്പോപ്റ്റോട്ടിക് സെൽസും നമ്മൾ എല്ലാവരും അനിമൽസിലും ഹ്യൂമൻസിലും ഒക്കെ കാണപ്പെടാറുണ്ട്. ഓക്കെ,
ഇതിനൊരു മെയിൻ റീസൺ പറയുന്നത് ഈ കാൽഷ്യം ഇൻഡസ്ട്രിയൽ സ്പീഷീസിലൂടെ കാൽഷ്യം കൂടുന്നതുകൊണ്ട് ഫ്രീ റാഡിക്കൽസ് എന്തോ കാരണം കൊണ്ടൊക്കെ നമുക്ക് അപ്പോട്ടോസിസ് ബോഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എന്താ പറയാ, പ്രോ അപ്പോട്ടോട്ടിക് ആൻഡ് ആന്റി അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇതില് ഈ പ്രോ അപ്പോട്ടോട്ടിക് തമ്മിലൊരു ബാലൻസ് ഉണ്ട്. ഓക്കെ, ഈ മീൻസ് അപ്പോട്ടോസിസ് നോർമലായിട്ട് നടക്കേണ്ട പ്രോസസ് ആണ്. അതുകൊണ്ട് അതിന് പ്രോ അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, ആന്റി അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ ഈ ഒരു ആന്റി അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഇത് അപ്പോട്ടോസിസിന് സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത് തമ്മിൽ ബാലൻസ് നഷ്ടപ്പെടും. ആന്റി അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് കുറഞ്ഞിട്ട് പ്രോ അപ്പോട്ടോട്ടിക് ഫാക്ടേഴ്സ് കൂടുന്ന സമയത്ത് വെച്ചാൽ അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവാം, അപ്പോട്ടോസിസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടി. അപ്പൊ എന്താ അപ്പോട്ടോസിസ് കൂടുതലായിട്ട് നടക്കുന്നു, സെല്ല് അൺകൺട്രോളബിൾ ആയിട്ട് ഡെത്ത് ആവുന്നു. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എന്താ പറയാ, നമ്മുടെ ബ്രെയിനിലുള്ള സെൽസ് നല്ല ഡെത്ത് ആയി പോകാൻ നമുക്ക് എന്താ ഉണ്ടാവാം, അത് വളരെ ഡേഞ്ചറസ് ആണല്ല, അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സിവിയർ ആയിട്ട് ഒരു പ്രോബ്ലം.